ഹായ് എവരിവൺ. ഐപ്ലസിന്റെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂൺ 10 നടക്കുന്ന ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളാണ് ഈ വെബിനാറിൽ പങ്കെടുക്കുന്നവർ എല്ലാവരും. തീർച്ചയായിട്ടും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ, ലീഗൽ മെട്രോളജി വകുപ്പിൽ, സംസ്ഥാന സർക്കാരിന്റെ ലീഗൽ മെട്രോളജി വകുപ്പിൽ ഇൻസ്പെക്ടർ ആവുക എന്ന ഒരു നല്ല ജോലിയിലേക്കാണ് ഈ പരീക്ഷ വഴി കടന്നു വന്നിരിക്കുന്നത്. ഇനി അധിക സമയം നമ്മുടെ മുന്നിൽ ഇല്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ജൂൺ 10 ഈ പരീക്ഷ നടക്കുന്നത്. PSC വളരെ വിശദമായിട്ടുള്ള സിലബസ് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഓൾറെഡി തന്നെ ഈ സിലബസ് എല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാകും. എങ്കിലും നമുക്ക് എങ്ങനെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട്, ഈ ഒരു 2 മാസം കൊണ്ട് എങ്ങനെ ഈ സിലബസ് നമുക്ക് കവർ ചെയ്യാം എന്നുള്ളത്, തീർച്ചയായിട്ടും കുറെ ആളുകൾ ഇത് ഓൾറെഡി പഠനം സ്റ്റാർട്ട് ചെയ്തവരുണ്ടാകും. നന്നായിട്ട് ഇനി ഒരു പക്ഷേ പഠനം സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ അറിയാം, ഇനിയാണ് ശരിക്കും നന്നായിട്ട് പഠിച്ചു തുടങ്ങേണ്ടത് എന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാകും. എങ്ങനെയാണെങ്കിലും ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് എങ്ങനെ തയ്യാറെടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ വെബിനാറിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നല്ല വേക്കൻസികളുണ്ട്, അതോടൊപ്പം തന്നെ ഒരുപാട് ആപ്ലിക്കൻസ് ഉണ്ട്. നല്ലൊരു കോമ്പറ്റീഷൻ ഉള്ള ഒരു പരീക്ഷയാണ് ഈ പറഞ്ഞ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ. ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും മാത്തമാറ്റിക്സിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉൾപ്പെടെയുള്ള മാത്തമാറ്റിക്സിന്റെ ഭാഗങ്ങളാണ് പഠിക്കേണ്ടത്. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങൾ, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറും നമുക്ക് ഇതുമായി ബന്ധപ്പെടുത്തി പഠിക്കാനുണ്ട്. സോ നന്നായിട്ട് തയ്യാറെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എത്താനായിട്ട് സാധിക്കും. ഇന്നു മുതൽ തന്നെ തയ്യാറെടുപ്പ് ആരംഭിക്കുക എന്നുള്ള ഒരു തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഐപ്ലസിന്റെ വിദഗ്ധരായ അധ്യാപകർ നിങ്ങളോടൊപ്പം ഈ വെബിനാറിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഇന്ന് നമ്മളോട് ഒരു റാങ്ക് മേക്കിംഗ് സ്ട്രാറ്റജീസ് എങ്ങനെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഐപ്ലസിന്റെ ഫാക്കൽറ്റിയായ, എക്സ്പേർട്ട് ഫാക്കൽറ്റിയായ അതുൽ സാറാണ്. അതുൽ സാർ വെബിനാറിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ട അതുൽ സാറിനെ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ചോദിക്കാം. അവസാനം, വെബിനാറിന്റെ അവസാനം നമ്മളത് ആൻസർ ചെയ്യുന്നതായിരിക്കും. ബാക്കി എല്ലാവരും മൈക്കും വീഡിയോയും ഒക്കെ മ്യൂട്ട് ചെയ്ത് വെക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുൽ സാർ, പ്ലീസ്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാറേ, കേൾക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അതുൽ സാറാണ്. അപ്പൊ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പൊ ഇപ്പോഴേ ഇനി പരീക്ഷ നടക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 2 മാസമേ ഉള്ളൂ. അപ്പൊ ഇനിയും നമുക്ക് പഠിക്കാം. അപ്പോ എങ്ങനെയൊക്കെ പഠിക്കാം, എന്തൊക്കെയാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങള്, അല്ലെങ്കിൽ എത്ര വേക്കൻസികൾ വരാം, കഴിഞ്ഞ പ്രാവശ്യം എത്രയൊക്കെ കട്ട് ഓഫ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഈ ഒരു വെബിനാറിന്റെ അകത്ത് സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ സംശയങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ പറയട്ടെ, എന്ത് കാര്യങ്ങളാണ് നമ്മുടെ വെബിനാറിന്റെ അകത്തുള്ളതെന്ന് പറയാം. പലപ്പോഴും പല ആൾക്കും അറിയില്ല എന്താണ് ഈ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന്. അപ്പൊ എന്താണ് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ എത്ര ഒഴിവുകൾ ഉണ്ട്, അതുപോലെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ, ചില ആളുകൾ ഇൻസ്പെക്ടർ എന്നൊക്കെ പറയുമ്പോൾ ഈ ജോലിയുടെ സ്വഭാവം എന്താണെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ മുമ്പ് 2015 നടന്ന പരീക്ഷയിൽ നിന്ന് എത്ര അഡ്വൈസുകൾ പോയിട്ടുണ്ടെന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ സംസാരിക്കണം. ദെൻ മുൻ വർഷം എത്രയായിരുന്നു ഇതിന്റെ കട്ട് ഓഫ് എന്നുള്ളതും സംസാരിക്കണം. അതുപോലെ പരീക്ഷയുടെ സിലബസ് വന്നിട്ടുണ്ട്. അപ്പോ നമ്മൾ മുമ്പൊക്കെ വെബിനാർ ഇത് പഴയ സിലബസ് വെച്ചാണ് പറഞ്ഞത്. അപ്പൊ ലേറ്റസ്റ്റ് സിലബസ്, ആ സിലബസ് എങ്ങനെ പഠിക്കണം, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ ഇത്തരം സിലബസ്. അത് ഞാൻ ആദ്യം തന്നെ പറയട്ടെ, അതിനൊരു കാര്യമുണ്ട്. അപ്പൊ അതും പറയാം. പിന്നെ എത്ര ശമ്പളം കിട്ടും, മറ്റ് ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്, പ്രൊമോഷനും സാധ്യതകളും എന്തൊക്കെയാണ്, അതുപോലെ ചോദ്യങ്ങളുടെ പാറ്റേൺ ഏത് രീതിയിലാണോ, ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ എന്നൊക്കെ പറയാം. എങ്ങനെ അപേക്ഷിക്കാം ഇനി പറയേണ്ട ആവശ്യമില്ലല്ലേ, ഓൾറെഡി എല്ലാവരും അപേക്ഷിച്ചിട്ടുള്ള ആളുകളാണ്. അപേക്ഷിച്ചിട്ടുള്ള ആളുകൾക്ക് കൺഫർമേഷൻ കൊടുത്ത ആളുകൾക്ക് മാത്രമേ ഇനി എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, എന്ന് മുതൽ പഠിച്ചു തുടങ്ങണം. പഠിച്ചു തുടങ്ങി കാണും പല ആളുകളും. ഇനിയും പഠിക്കാത്തവർക്ക് ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ശരി, അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നത് സാറേ. ഓക്കെ, അപ്പൊ നമ്മുടെ നോട്ടിഫിക്കേഷന്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഇതിൽ തന്നെ സാലറി സ്കെയിലും എൻ്റെ തന്നിട്ടുണ്ട്. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് ലീഗൽ മെട്രോളജി ആണ്. നെയിം ഓഫ് ദ പോസ്റ്റ് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി ആണ്. പേ സ്കെയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 43,400 മുതൽ 91,200 വരെയാണ് ബേസിക് പേ സ്കെയില്.
അപ്പൊ നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒഴിവുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 ഈ 2 കണ്ടിട്ട് ഒരുപാട് ആളുകൾ അപേക്ഷിക്കാതെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും 2 എന്ന് പറയുന്നത് ഈ നോട്ടിഫിക്കേഷൻ ഇറക്കുമ്പോൾ നിലവിൽ ഉള്ള വേക്കൻസികളുടെ എണ്ണമാണ്. ഒരു വേക്കൻസി പോലും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം PSC അപ്പൊ തന്നെ ആ ലിസ്റ്റ് റദ്ദാവാൻ പോവുകയാണെങ്കിൽ അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ഇടും. അപ്പോ നിലവിൽ 2 നോട്ടിഫൈ ചെയ്തപ്പോൾ തന്നെ ഇവർ ഈ നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ക്വാളിഫിക്കേഷൻ ഒക്കെ ഇനിയിപ്പോ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ, കാരണം എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകളാണ്. ഫിസിക്സ് ഒരു ഭാഗമായിട്ട് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റും. അതായത് സബായിട്ട് പഠിച്ചാൽ മതി. അതുപോലെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സുകൾക്കും അപേക്ഷിക്കാൻ പറ്റും. നിങ്ങൾ ഫിസിക്സ് ഏതെങ്കിലും സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോ എന്താണ് ഈ ലീഗൽ മെട്രോളജി വകുപ്പ്? അപ്പോൾ ലീഗൽ മെട്രോളജിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഡെഫിനേഷൻ ആണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലീഗൽ മെട്രോളജി ഈസ് എംപവേർഡ് വിത്ത് സർട്ടിഫൈഡ് accuracy of weight measuring instruments used for transaction and protection to safeguard the interest of consumers. നമ്മൾ കടയിലൊക്കെ പോകുമ്പോഴുണ്ടല്ലോ സാധനങ്ങളൊക്കെ വാങ്ങുന്നില്ലേ, ഈ കടക്കാർക്ക് വേണമെങ്കിൽ ഈ വെയിറ്റ് മെഷീനിലൊക്കെ എന്തെങ്കിലും കൃത്രിമത്വം കാണിക്കാൻ പറ്റും. അതുപോലെ നമ്മൾ പെട്രോൾ പമ്പിൽ ചെല്ലുമ്പോൾ അവിടെയും നമ്മൾ ലിറ്റർ കണക്കിന് പെട്രോൾ വാങ്ങിക്കാറുണ്ട്, അതിലും എന്തെങ്കിലും കൃത്രിമത്വം കാണിക്കാൻ പറ്റും. അപ്പൊ ഇതെല്ലാം വർഷാവർഷം ഇവർ സർട്ടിഫൈ ചെയ്യും. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് സർട്ടിഫൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് സർട്ടിഫൈ ചെയ്ത് കൊടുക്കുന്നത്. ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അടുത്ത സ്ലൈഡ്. അതിൽ കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്. അപ്പോ എന്തൊക്കെയാണ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്? അതായത് നമ്മളിപ്പോ ഒരു കട തുടങ്ങുകയാണെങ്കിൽ ആ കടയിൽ നമ്മൾ വെറുതെ പോയി ഒരു ത്രാസ് മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ട് കടയിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് കൃത്യമായിട്ട് കച്ചവടം നടത്താനായിട്ട് പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ വാങ്ങിച്ചു വെക്കുന്ന ഉപകരണം നമ്മൾ ഈ ലീഗൽ മെട്രോളജിയിൽ കൊണ്ടുപോയിട്ട് ആ ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയിട്ട് നമ്മൾ സർട്ടിഫൈ ചെയ്യണം, മുദ്ര വെച്ച് വാങ്ങിക്കണം. അത് ആദ്യം വാങ്ങിക്കുമ്പോൾ മാത്രമല്ല, ഓരോ വർഷവും നമ്മൾ ഒരു നിശ്ചിത എമൗണ്ട് അടച്ചിട്ട് മുദ്ര വെച്ച് വാങ്ങിക്കും, നമ്മളല്ല കടക്കാര്. അപ്പോ അത് മാത്രമല്ല, വെഹിക്കിൾ ടാങ്കുകളുടെയും വെർട്ടിക്കൽ സ്റ്റോറേജ് ടാങ്കുകളുടെയും കാലിബ്രേഷൻ ചെയ്യുന്നത് ഇവരാണ്. അതുപോലെ പാക്കർ ഇമ്പോർട്ടർ രജിസ്ട്രേഷൻ നൽകുന്നതും ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുപോലെ ഡീലേഴ്സ്, റിപ്പയർ, നിർമ്മാതാക്കളുടെ ലൈസൻസ്, കടകളുടെയൊക്കെ ലൈസൻസ് കൊടുക്കുന്നത് ഈ പറയുന്ന ലീഗൽ മെട്രോളജിയാണ്. അത് മാത്രമല്ല, ലീഗൽ മെട്രോളജി ചട്ടവും നിയമങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഉദാഹരണത്തിന് ഇപ്പോ ഏതെങ്കിലും ഒരു കടക്കാരെ ഈ പറയുന്ന അളവ് തൂക്കത്തിൽ എന്തെങ്കിലും കൃത്രിമത്വം കാണിച്ചു കഴിഞ്ഞാൽ അതിനുള്ള നിയമവും ചട്ടവും അനുസരിച്ചിട്ട് അവർക്കെതിരെ കേസ് എടുക്കാനും ആ കേസ് കോടതിയിൽ വാദിച്ച് അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുവാനുമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഈ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതൊക്കെയാണ് ഒരു ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറായി നിങ്ങൾ ചെയ്യേണ്ട ജോലിയാണ്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഈ ജോലി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. ഈ ഷോപ്പുകളിൽ നിങ്ങൾ പലപ്പോഴും പോയിട്ട് ഇൻസ്പെക്ഷൻസ് നടത്തേണ്ടി വരും. അത് മാത്രമല്ല, നമ്മൾ ഓഫീസിൽ ഇരുന്നിട്ട് ഇവർ കൊണ്ടുവരുന്ന സാധനത്തിന് സർട്ടിഫിക്കേഷൻ കൊടുക്കുകയും വേണം. ഇനി നമുക്കിപ്പോ നിലവില് നമുക്കുള്ള ലബോറട്ടറികൾ ഗോൾഡ് സൈറിംഗ് ടെസ്റ്റിംഗ് ലബോറട്ടറി കാക്കനാട് എറണാകുളം, അതുപോലെ റീജിയണൽ റഫറൻസ് സ്റ്റാൻഡേർഡ് ലബോറട്ടറി, നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി, സെൻട്രൽ ലബോറേഷൻ ഓഫ് ലീഗൽ മെട്രോളജി, ജില്ലാ തലത്തിലുള്ള മറ്റ് ലീഗൽ മെട്രോളജി ഓഫീസുകൾ. അപ്പൊ മെയിൻ ആയിട്ട് ഈ ആദ്യത്തെ 4 എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടേഴ്സിന്റെ അല്ലെങ്കിൽ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് ലാബുകളാണ്. ഇപ്പൊ സ്വർണത്തിലൊക്കെ എന്തെങ്കിലും വേറെ സാധനങ്ങൾ, ലെഡും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ലീഗൽ മെട്രോളജിക്ക് ലാബ് ഉണ്ട്. അതൊരു വലിയ ഫെസിലിറ്റിയാണ് കാക്കനാട് ഉള്ളത്. അത് മാത്രമല്ല, റീജിയണൽ റഫറൻസ് സ്റ്റാൻഡേർഡ് ലബോറട്ടറി ഒക്കെ ഉണ്ട്, പല ലബോറട്ടറികൾ ഉണ്ട്. ഇനി അത് മാത്രമല്ല, എല്ലാ ജില്ലകളിലും ലീഗൽ മെട്രോയുടെ ഓഫീസുകൾ ഉണ്ട്. ഇപ്പൊ എന്റെ വീട് ചേർത്തലയാണ്. അപ്പൊ ചേർത്തല സിവിൽ സ്റ്റേഷനിൽ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട്. പണ്ടൊക്കെ ഞാൻ അവിടേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഈ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് ഞാൻ നോക്കി, എന്താണ് ഈ ലീഗൽ മെട്രോളജി? നമ്മൾ ജിയോളജി എന്നൊക്കെ കേട്ടിട്ടുണ്ട്, എന്താണ് ഈ ലീഗൽ മെട്രോളജി? പിന്നീട് ഈ പരീക്ഷ എന്ന സമയത്താണ് എനിക്ക് മനസ്സിലായി ലീഗൽ മെട്രോളജി എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. ഓക്കെ, അപ്പോ നിങ്ങളുടെ ഓരോ താലൂക്കുകളിലും ജില്ലകളിലും ഒക്കെ ആയിട്ട് ഒരുപാട് ലീഗൽ മെട്രോളജി ഓഫീസുകൾ ഉണ്ടാവും. ഞാനത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, അത്രത്തോളം വേക്കൻസികൾ ഉണ്ടാവാം. ഓരോ ജില്ലകളിലും ഓഫീസുകളുണ്ട്, അതുപോലെ സംസ്ഥാന അടിസ്ഥാനത്തിൽ ലബോറട്ടറികളുണ്ട്. അപ്പൊ അവിടെ സ്റ്റാഫ് വേണം. അതെല്ലാം ഈ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടേഴ്സ് ആണ് ഇതിലെ എൻട്രി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇനിയിപ്പോ നിലവിലെ ഒഴിവുകൾ 2, പക്ഷെ നിങ്ങൾ ആ 2 എന്ന് പറയുന്ന കാര്യമാക്കണ്ട. കാരണം പുറകിലെ വർഷത്തെ അഡ്വൈസുകളുടെ എണ്ണം നമുക്ക് നോക്കിയാൽ മതി. ഇപ്പോ 40 അഡ്വൈസുകളാണ് ടോട്ടൽ ഇതിന്റെ അകത്ത് പോയിരിക്കുന്നത്. അപ്പൊ എങ്ങനെയൊക്കെ അടിച്ചൊരു 10-35 ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവും ഇതിന്റെ അകത്ത്. 2018 15 പരീക്ഷണത്തിൽ 18 ലിസ്റ്റ് വന്നത്. ദെൻ 21 അവസാനത്തെ അഡ്വൈസ് പോരി. അപ്പൊ 3 വർഷം കണക്കൂട്ടുമ്പോൾ 2021 ലിസ്റ്റ്. അപ്പൊ പിന്നീട് വരുന്നത് 22, 23. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ലിസ്റ്റ് ക്യാൻസൽ ആയിട്ട് ഏകദേശം 3 വർഷത്തോളം ആയിട്ട് 2 വർഷത്തോളം ആയിട്ടുണ്ട്.
അപ്പോൾ ഈ 2 വർഷത്തിൽ ഒരുപാട് ആളുകൾ പ്രൊമോഷൻ കിട്ടിപ്പോയിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള വേക്കൻസികൾ കൂടി ഇനി റിപ്പോർട്ട് ചെയ്യാം. കിട്ടുന്നുണ്ടോ? അപ്പോൾ 2 വർഷത്തിലുള്ള വേക്കൻസികൾ എന്തായാലും ഇതിന്റെ അകത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല, നമ്മൾ എഴുതുന്ന ലിസ്റ്റ് 3 വർഷം കാലാവധി ഉള്ളതുകൊണ്ട് ഇപ്പൊ 23-ലാണെങ്കിൽ 24, 25, 26 ഈ 3 വർഷവും നമുക്ക് ഈ ലിസ്റ്റിൽ നിന്നുള്ള നിയമനങ്ങൾ പ്രതീക്ഷിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അപ്പൊ ഈ 40 എന്ന് പറയുന്ന എണ്ണത്തേക്കാൾ വളരെയധികം കൂടാനായിട്ട് സാധ്യത ഇനിയുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിലെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഒരുപാട് വരികയാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് ലാഭങ്ങളും ആവശ്യമാണ്. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഓരോ കാറ്റഗറി അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോ ഓപ്പൺ കാറ്റഗറി ആണെങ്കിൽ 29 വരെ, ഈഴവ ആണെങ്കിൽ 43, SSC ആണെങ്കിൽ 123-ാമത്തെ റാങ്ക് കിട്ടിയ ആളുകൾക്ക് വരെ ജോലി കിട്ടിയിട്ടുണ്ട്. ഇനി മുൻ വർഷത്തെ കട്ട് ഓഫ് എത്രയാണെന്ന് ചോദിക്കുന്ന ആൾക്ക് വേണ്ടി പറയാണ്. വെറും 37.67 മാർക്ക് മാത്രമായിരുന്നു കഴിഞ്ഞ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ കട്ട് ഓഫ്. വെറും 37.67. അപ്പൊ ഇപ്പൊ നിങ്ങൾ പറയും അന്നത്തെ പോലെ അല്ലല്ലോ, ഇപ്പൊ ഭയങ്കര കോമ്പറ്റീഷൻ അല്ലേ, അപ്പൊ ഭയങ്കര കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ഈ കട്ട് ഓഫിൽ നിൽക്കില്ല, ഇതിലും വലിയ കട്ട് ഓഫ് ആയിരിക്കും വരേണ്ടാവുന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ കട്ട് ഓഫ് ഭയങ്കരമായിട്ട് കയറാൻ സാധ്യതയില്ല. കാരണം നമ്മുടെ PSC എന്ന് പറയുന്നത് അത്യാവശ്യം ചോദ്യങ്ങളുടെ സ്റ്റാൻഡേർഡ്, ഇപ്പൊ സാധാരണ ഒരു LDCയുടെ പ്രിലിംസ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പ്രിലിംസ് ആണെങ്കിൽ പോലും നിങ്ങൾ പല ആളുകൾ എഴുതുന്നുണ്ടാവും. അപ്പൊ അതിന്റെയൊക്കെ സ്റ്റാൻഡേർഡ് അത്യാവശ്യം കൂട്ടിയിട്ടുണ്ട്. എന്ന് പറയുന്ന പോലെ നമ്മളിപ്പോ ഈ സബ്ജക്ട് ഓറിയന്റഡ് PSCകൾ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാറുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിഗ്രി ലെവൽ ചോദ്യങ്ങളൊക്കെ ഇതിനകത്ത് ചോദിക്കുന്നുണ്ട്, അത്യാവശ്യം നല്ല ചോദ്യങ്ങൾ. അപ്പൊ അതുകൊണ്ടും ഈ കട്ട് ഓഫ് അധികം കയറി പോകുന്നില്ല. അപ്പൊ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഭയങ്കര പാടാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ പാടില്ല, നമ്മൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ചോദ്യപേപ്പർ എപ്പോഴും നല്ല സ്റ്റാൻഡേർഡ് ആകുമ്പോഴാണ് നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. കട്ട് ഓഫും കുറവായിരിക്കും, വെറുതെ അതും ഇതുമൊക്കെ നോക്കി പോകുന്ന ആളുകൾ കിട്ടത്തുമില്ല. കൃത്യമായിട്ടൊരു കോച്ചിങ് എടുക്കുന്ന ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ആ കട്ട് ഓഫിന് മേളിലേക്ക് കയറിപ്പോകാൻ പറ്റും. കാരണം നമുക്കറിയാം ഇതിന് നിലവാരം എത്രയാണ്. അപ്പൊ ആ നിലവാരത്തിന് മേളിൽ നിന്ന് മാത്രമേ നമ്മൾ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നുള്ളൂ. ചോദ്യങ്ങൾ ചെയ്യുമ്പോഴും അങ്ങനെയാണ് ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പോ അത് മാത്രമല്ല, കഴിഞ്ഞ ലിസ്റ്റിൽ 400 ആളുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ അകത്ത്. ഞാൻ അതും അവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇനി വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്, ഇതൊക്കെ ബേസിക് ആയിട്ട് കുറെ കാര്യങ്ങളാണ്. ഇനിയാണ് നമുക്ക് കാര്യങ്ങൾ വേണ്ടത്. അതായത് എങ്ങനെ പഠിക്കാം, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഈ കാര്യങ്ങൾ. അപ്പൊ പ്രധാനമായിട്ടുണ്ടല്ലോ 2 പാർട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്തുള്ളത്. ആദ്യമേ പറഞ്ഞോട്ടെ, GKയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ഈ സിലബസിന്റെ അകത്തില്ല. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഈ GK എന്നൊക്കെ പറയുമ്പോൾ കടലോളം കിടക്കുന്ന കാര്യമാണ് അല്ലെ. നമ്മൾ എങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാലും 10 ഒരു 2, 3 ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. ഒന്നെങ്കിൽ GK പഠിക്കാൻ പോകണം, അല്ലെങ്കിൽ സബ്ജക്ട് പഠിക്കാൻ പോകണം. പക്ഷെ നമ്മുടെ ഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ ഈ സിലബസിന്റെ അകത്ത് GKയും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതിന്റെ അകത്തുള്ളത്. അപ്പൊ ഇതില് പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. പാർട്ട് 1 A പാർട്ടും B പാർട്ടും ഉണ്ട്. A പാർട്ടിൽ 10 മാർക്ക്, B പാർട്ടിലും 10 മാർക്ക്. അപ്പൊ ഈ പാർട്ട് 1 A പാർട്ട് എന്ന് പറഞ്ഞാൽ ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റം ആണ്. അതായത് നിങ്ങൾ ഇൻസ്ട്രുമെന്റേഷൻ എന്ന് കേട്ടിട്ടുണ്ടാവോ? ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രോണിക്സ് ഒക്കെ പഠിക്കുന്ന ആളുകൾ ഇൻസ്ട്രുമെന്റേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻസ്ട്രുമെന്റേഷൻ എന്നുള്ള ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളും സിലബസും ഒക്കെയാണ് നമ്മൾ. ആ സിലബസ് ഞാൻ കാണിച്ചു തരാം. 10 മാർക്കിന് അവിടെ നിന്ന് ചോദ്യങ്ങളുണ്ട്, 10 മാർക്കിന്. അപ്പോ രണ്ടാമത്തെ ഭാഗം, അതായത് പാർട്ട് 1 B പാർട്ടിലും 10 മാർക്ക് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആണ്. കമ്പ്യൂട്ടറിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എക്സൽ, വേർഡ് നമ്മൾ ജനറൽ PSCയിൽ പഠിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് കുറച്ചുകൂടെ കയറ്റിയിട്ട് നമ്മൾ ഈ ദെൻ പാർട്ട് 2 വന്നു കഴിഞ്ഞാലാണ് നമ്മൾ സബ്ജക്ട് പാർട്ടിലേക്ക് മെയിൻ ആയിട്ട് വരുന്നത്. ഈ പാർട്ട് സബ്ജക്ട് പാർട്ട് തന്നെയാണ് കേട്ടോ. ഇനി പാർട്ട് 2 A പാർട്ട് എന്ന് പറയുമ്പോൾ ഫിസിക്സ് ആണ്. ഫിസിക്സിന്റെ 30 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ട്. ദെൻ കെമിസ്ട്രി ആണെങ്കിലും 30 മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ട്. മാത്തമാറ്റിക്സ് ആണെങ്കിൽ 20 മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ട്. നിങ്ങളത് കണ്ടോ? ഈ കാര്യങ്ങൾ കണ്ടു തന്നെ 100 മാർക്കാണ് ടോട്ടൽ വരുന്നത്. അതിൽ സബ്ജക്ട് അത്യാവശ്യം 2 മാസം കഷ്ടപ്പെട്ട് പഠിക്കാൻ തയ്യാറാണ് എങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്ത് പോവാം. ഇപ്പൊ ചില ആൾ ആലോചിക്കുന്നുണ്ടാവും, കുറെ നാളായി പഠിച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പോ സബ്ജക്റ്റ് ഒക്കെ എങ്ങനെയാ പഠിച്ചെടുക്കാൻ പറ്റുക. ഈ സബ്ജക്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര MSc ലെവൽ സബ്ജക്ട് ഒന്നും അല്ല, +2 ലെവലുള്ളതും കുറച്ച് ഡിഗ്രി ലെവലുള്ള സബ്ജക്റ്റുകളാണ് ഇതിൻ്റെ അകത്തുള്ളത്. കെമിസ്ട്രി ഒക്കെ കമ്പാരിറ്റീവ്ലി വളരെ ഈസിയാണ്. ഓർഗാനിക് പോലെയുള്ള കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്തില്ല. പൊല്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. ഫിസിക്സ് ആണെങ്കിലും +2 ലെവലും കുറച്ച് ഡിഗ്രി ലെവലുള്ള കാര്യങ്ങളാണ് ഉള്ളത് അതിൻ്റെ അകത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ 2 മാസം കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ജോലി വാങ്ങിച്ചെടുക്കാം കേട്ടോ. അപ്പോ പാർട്ട് 1 ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റം. അപ്പൊ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നുണ്ട് ഏതൊക്കെ പുസ്തകങ്ങളാണ് വെച്ച് പഠിക്കേണ്ടതെന്ന് കാര്യം ഞാൻ റെഫറൻസ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് താഴത്ത്. അത് സിലബസ് കഴിയുമ്പോൾ പറയാം. ശരി, അപ്പൊ നമ്മൾ ഈ ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ 10 മാർക്കാണ്. 10 മാർക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതിലും സെക്ഷൻ എയും സെക്ഷൻ ബി, സെക്ഷൻ സി, സെക്ഷൻ ഡി എന്ന് പറഞ്ഞിട്ട് ആദ്യത്തിന് 2 മാർക്ക്, പിന്നീട് 3 മാർക്ക്, 2 മാർക്ക്, 3 മാർക്ക്, ഇങ്ങനെയാണ് ഇതിന്റെ ഡിവിഷൻ വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ഓസിലോസ്കോപ്പ് ഒക്കെ പഠിച്ചിട്ടില്ലേ? CRT, കാഥോഡ് റേ ട്യൂബ്,
കാതോഡറി ഓസിലോസ്കോപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ അമ്മീറ്റർ, ഗാൽവനോമീറ്റർ, വോൾട്ട് മീറ്റേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻസ്ട്രുമെന്റേഷന്റെ ഭാഗത്തുണ്ട്. നിങ്ങൾ ഒരുപാട് ഡയഗ്രം ഒന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ കാര്യങ്ങൾ മാത്രമാണ് ഈ സെക്ഷനിൽ നമുക്ക് പഠിക്കേണ്ടത്. ഉറപ്പായിട്ടും വളരെ കൃത്യമായിട്ട് തന്നെ ഈ കണ്ടന്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ദെൻ അടുത്ത ഭാഗം പാർട്ട് ബിയിൽ തന്നെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. ഞാൻ എഴുതിയിരിക്കുന്ന എല്ലാം കൂടി ഇങ്ങനെ കുത്തിരൊന്നും വായിക്കുന്നില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. അതായത് നമുക്കറിയാവുന്ന ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. IT പോളിസീസുകൾ, അതുപോലെ തന്നെ ഫയർവാൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അങ്ങനെ വിൻഡോസ് OS, അതിന്റെ ലിനക്സ്, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പാർട്ട് 1 B ഭാഗത്ത്, അതായത് കമ്പ്യൂട്ടറിന്റെ ഭാഗത്ത് വരുന്നത്. ടോട്ടൽ 10 മാർക്കാണ് ഇതിൻ്റെ അകത്തും വരുന്നത്. ഓക്കെ, അപ്പൊ ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി MS ഓഫീസും ഇന്റർനെറ്റും. MS ഓഫീസൊക്കെ നമ്മൾ 10ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ കമ്പ്യൂട്ടറിൽ പഠിക്കുന്ന കാര്യമാണ്. ആ 10ാം ക്ലാസ്സിലെ പുസ്തകം എടുത്ത് വെച്ചിട്ടൊന്ന് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടാവുന്ന കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുള്ളൂ. ഡെസ്ക്ടോപ്പ്, അതുപോലെ സ്റ്റാർട്ട് മെനു, മൈ കമ്പ്യൂട്ടർ, വിൻഡോസ് എക്സ്പ്ലോറർ, റീസൈക്കിൾ ബിൽ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ, നമ്മളെല്ലാം കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. കമ്പ്യൂട്ടറുമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇതെല്ലാം അറിയണ്ടാവും. ഈ പറയുന്ന ഷോർട്ട് കട്ടുകൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളായിരിക്കും കൂടുതൽ ഉണ്ടാവുക, അല്ലെ? ശരിയല്ലേ? അപ്പൊ ഇതിൽ 5 മാർക്ക്, 5ഉം 5ഉം 10ആയിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്കിപ്പോ ടോട്ടൽ 20 മാർക്ക് കിട്ടി കേട്ടോ. നമ്മള് ഇൻസ്ട്രുമെന്റേഷന്റെ ഒരു ഭാഗം നന്നായിട്ട് പഠിച്ചു, കമ്പ്യൂട്ടറിന്റെ ഭാഗം നമ്മൾ നന്നായിട്ട് പഠിച്ചു, അപ്പൊ 20 മാർക്ക് കിട്ടി. ഇനിയിപ്പോ നമുക്ക് അടുത്ത ഫിസിക്സിലേക്ക് വരാം. ഞാൻ ഫിസിക്സിന്റെ ഫാക്കൽറ്റിയാണ്. ഈ സിലബസ് ഇങ്ങനെ കടൽ പോലെ കിടക്കുന്നതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇതെല്ലാം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അഡീഷണൽ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ ഡിഗ്രി ലെവലിലുള്ളതാണ്. ഓക്കെ, പിന്നെ മറ്റേന്നുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻസ്ട്രുമെന്റുകൾ ഒരുപാട് ഇതിനകത്ത് പഠിക്കണം. കാരണം ഈ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ നമ്മൾ അളവും തൂക്കവും ഒക്കെ മെഷർ ചെയ്യേണ്ട ആളുകളല്ലേ. അതുകൊണ്ട് തന്നെ സ്ക്രൂ ഗേജ്, വെർനിയർ, കോമൺ ബാലൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിന്റെ അകത്ത് ഇവർ പഠിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ ഞാൻ ചെയ്യുമ്പോഴും ഒരു വെർനിയർ വാങ്ങിച്ച് ആ വെർനിയർ കൊണ്ട് തന്നെയാണ് ക്ലാസ് എടുത്ത് വെച്ചിരിക്കുന്നത്. വെർനിയർ, സ്പിറോമീറ്റർ, സ്ക്രൂ ഗേജ്, ഇതെല്ലാം കൊണ്ടുവന്നാണ് ഞാൻ ക്ലാസ് എടുത്തത്. കാരണം ഈ ജോലി കിട്ടുന്ന ആളുകൾ എന്തായാലും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിവുണ്ടാവണം, എങ്കിൽ മാത്രമേ ഉപകാരമുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ സാധനങ്ങൾ വെച്ച് പ്രാക്ടിക്കൽ രീതിയിൽ തന്നെയാണ് ക്ലാസ് ഞാൻ ചെയ്തിരിക്കുന്നത്. ശരി, അപ്പൊ അതാണ് ആദ്യത്തെ മൊഡ്യൂളിൽ വരുന്നത്. അടുത്ത മൊഡ്യൂളിലേക്ക് പോവാം. മൊഡ്യൂൾ 2 ആണെങ്കിൽ മെക്കാനിക്സ് ആണ്. മെക്കാനിക്സിൽ നമുക്കറിയാവുന്ന ഗ്രാവിറ്റേഷൻ ഉണ്ട്, അതുപോലെ ന്യൂട്ടൺസ് ലോസ് ഉണ്ട്, ആംഗുലർ മൊമെന്റം ഉണ്ട്, ഇങ്ങനെയുള്ള കപ്പിൾ ഓഫ് ഫോഴ്സസ്, അതുപോലെ ഇക്വിലിബ്രിയം, കൺകറന്റ് ഫോഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ രണ്ടാമത്തെ മെക്കാനിക്സിൽ വരുന്നത്. എനിക്ക് തോന്നുന്നു മൊഡ്യൂൾ 2 കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ +1 പുസ്തകം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. 4 മാർക്ക് കിട്ടും കേട്ടോ പഠിച്ച. ശരി, അടുത്തത് പാർട്ട് 3 പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ്. ഇലാസ്റ്റിസിറ്റി നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇലാസ്റ്റിസിറ്റി, സ്ട്രെസ്സർ, സ്ട്രെയിനർ, ഹുക്സ് ലോയർ, അല്ലെ? ബെൻഡിങ് ഓഫ് ബീംസ്, കാന്റിലിവർ, ടോർഷൻ, പെൻഡുലം, സ്റ്റാറ്റിക് ടോർഷൻ, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അത് മാത്രമല്ല ഫ്ലൂയിഡ് മെക്കാനിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, സ്ട്രീം ലൈൻ ഫ്ലോ, ബെർണോളിസ് തിയറം, അല്ലെ? വിമാനം പറക്കുന്നതൊക്കെ ബെർണോളിസ് തിയറത്തിന്റെ ബേസിസിലാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന 3ാമത്തെ മൊഡ്യൂൾ വരുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ പഠിച്ചാൽ 3 മാർക്ക് നമുക്ക് ഇവിടുന്ന് വളരെ ഈസി ആയിട്ട് നേടാൻ പറ്റും. 4ാമത്തെ മൊഡ്യൂളിൽ വന്നിട്ട് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് ആണ്. ഇത് നമ്മൾ കെമിസ്ട്രിക്കാരും ഫിസിക്സുകാരും കോമൺ ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ്, കെൽവിൻ, സെൽഷ്യസ്, ഫാരൻഹീറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള കൺവേർഷൻ, 0 ലോ പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഡിഗ്രി ലെവലിൽ വന്നിട്ട് ഇതിനകത്ത് ഡീസൽ എഞ്ചിൻ കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഡീസൽ എഞ്ചിന്റെ വർക്കിംഗ്, അതിന്റെ എഫിഷ്യൻസി എത്രയാണ്, അതുപോലെ 3rd ലോ തെർമോഡൈനാമിക്സ് ഇതിനകത്തുണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കേണ്ടത് ആവശ്യം തന്നെയാണ് കേട്ടോ. അടുത്ത ഭാഗത്തേക്ക് പോവാം. ഒപ്റ്റിക്സ് ആണ്. ഒപ്റ്റിക്സ് വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് ഏറ്റവും പഠിപ്പിക്കാൻ ഇഷ്ടം ഒപ്റ്റിക്സ് ആണ്. അപ്പൊ ഞാൻ ഒപ്റ്റിക്സിന്റെ ക്ലാസ് എന്ന് വെച്ചാൽ ബാക്കിയുള്ളതെല്ലാം കുറവാണെന്നല്ല പറയുന്നത് കേട്ടോ, ബാക്കിയെല്ലാം നല്ലത് തന്നെയാണ്. എങ്കിലും കുറച്ചുകൂടെ നല്ലത് എനിക്ക് തോന്നുന്നത് ഒപ്റ്റിക്സിന്റെ ഭാഗമായിരിക്കും. ശരി, ഇതിന്റെ അകത്ത് റിഫ്ലക്ഷൻ ഉണ്ട്, റിഫ്രാക്ഷൻ ഉണ്ട്, അതുപോലെ ഡിഫ്രാക്ഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല ഇന്റർഫറൻസും ഉണ്ട് കേട്ടോ. ഇന്റർഫറൻസും ഡിഫ്രാക്ഷനും ചേട്ടനനിയന്മാരെ പോലെയാണ് അല്ലെ? 2 ഹോൾ ഉണ്ടെങ്കിൽ ഇന്റർഫറൻസ് നടക്കും, ഒറ്റ ഹോളേ ഉള്ളെങ്കിൽ അവിടെ ഡിഫ്രാക്ഷൻ നടക്കും. അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം ബേസിക് ആയിട്ട്. ഓക്കെ, രണ്ടും തരുന്ന കാര്യങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ്, പാറ്റേൺ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും. ഇനി അത് മാത്രമല്ല സ്കാറ്ററിംഗ് ഉണ്ട്. ആകാശത്ത് നീലനിറം കിട്ടാനുള്ള കാര്യം എന്താണ് എന്നൊക്കെ നമ്മൾ സ്കാറ്ററിംഗ് അടുത്ത് പഠിക്കുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യം കേട്ടോ. ദെൻ പോളറൈസേഷൻ ഡിഗ്രി ലെവലിലുള്ള കാര്യങ്ങളുണ്ട്. ആ പോളറൈസേഷന്റെ ഒപ്പം തന്നെ ലേസർ കൂടി ഉണ്ട്, അത് ആഡ് ചെയ്തിട്ടുണ്ട്. റുബി ലേസർ മാത്രമേ സിലബസിലുള്ളൂ, പക്ഷെ റുബി ലേസർ മാത്രം നമുക്ക് പഠിച്ചാൽ പോരാ. ഹീലിയം നിയോൺ ലേസർ, അങ്ങനെയുള്ള അഡീഷണൽ ആയിട്ടുള്ള ലേസറുകൾ കൂടി നമുക്ക് പഠിക്കണം. ആ ക്ലാസ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് പോകണം. അടുത്ത ഭാഗത്തേക്ക് പോവാം. മൊഡ്യൂൾ 6 ആണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് കറണ്ട് ഇലക്ട്രിസിറ്റി ആണ്. നമ്മുടെ +2 പുസ്തകമാണ്.
അല്ല, ഇലക്ട്രോസ്റ്റാറ്റിക്സും കറണ്ട് പൊട്ടൻഷ്യൽ, അതുപോലെ റെസിസ്റ്ററുടെ കോമ്പിനേഷൻ, സീരീസ്, പാരലൽ. ഞാൻ ആദ്യം പറയട്ടെ, ഈ എഴുത്ത് ഇങ്ങനെ കണ്ട് പേടിക്കുകയൊന്നും വേണ്ട. ഇവര് വളരെ വിശദമായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. ശരിക്കും ഒറ്റ വാക്ക് എഴുതിയാൽ മതി, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, കറണ്ട് ഇലക്ട്രിസിറ്റി, ഇങ്ങനെയൊക്കെ എഴുതിയാൽ മതി. ഇവര് ഓരോ ചെറിയ ചെറിയ വാക്കും ഇങ്ങനെ വലിച്ചു എഴുതിയിരിക്കുകയാണ്. ഇപ്പൊ കുളംസ് ലോ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഒരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ അതുമായിട്ട് ബന്ധപ്പെട്ട്. അത് വളരെ വിശദമായിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ട് തോന്നുന്നു കേട്ടോ. അത്രയൊന്നും ഇല്ല, പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ശരി, അടുത്ത മൊഡ്യൂൾ വന്നത് മാഗ്നറ്റിസം ആണ്. മാഗ്നറ്റിസത്തില് ബയോ-സവാർട്സ് ലോയിൽ നിന്നും തുടങ്ങി എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് വരെ നമ്മൾ കൃത്യമായിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ശരി, അടുത്ത ഭാഗത്തേക്ക് പോവാം. ദെൻ 8ാമത്തെ മൊഡ്യൂൾ വന്നിട്ട് ഓൾട്ടർനേറ്റിംഗ് കറണ്ടും അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. അല്ലെ, നമ്മുടെ വീട്ടിൽ വരുന്ന AC, അതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കണം. പരീക്ഷയ്ക്ക് മാത്രമല്ല, വീട്ടിൽ വരുന്ന AC കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മുടെ വീട്ടിൽ വരുന്ന AC-ക്ക് 50 ഹെർട്സ് ആണ് അതിന്റെ ഫ്രീക്വൻസി എന്നൊക്കെ നമ്മൾ പഠിക്കുന്നത് ഈ ഭാഗത്താണ്, AC-ക്കകത്ത്. ഓക്കെ, അടുത്തത് ഇലക്ട്രോണിക്സ് ആണ്. ഇലക്ട്രോണിക്സ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സും ഉണ്ട്, അതുപോലെ തന്നെ ബാൻഡ് തിയറി, സെമി കണ്ടക്ടേഴ്സും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ്, നോട്ട് ഗേറ്റ്, നോർ ഗേറ്റ്, നാൻ ഗേറ്റ്, എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അഡീഷണൽ ആയിട്ട് ഡിഗ്രി ലെവലിൽ ഇലക്ട്രോണിക്സിൽ വരുന്ന ഹാഫ് ആഡർ, അതുപോലെ ഫുൾ ആഡറും, ഡിമോർഗൻസ് തിയറവും, ബൂളിയൻ ഓൾജിബ്രയും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത് പ്രത്യേകം നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ദെൻ അവസാനത്തെ മൊഡ്യൂൾ കുഞ്ഞു മൊഡ്യൂളാണ്, 1 മാർക്കിന്റെ കാര്യങ്ങൾ അതിൻ്റെ അകത്തുള്ളൂ. അറ്റോമിക് സ്ട്രക്ചർ, അതുപോലെ ബോർ ആറ്റം മോഡൽ, ഹൈഡ്രജൻ സ്പെക്ട്ര, വെക്ടർ ആറ്റം മോഡല്, ക്വാണ്ടം നമ്പേഴ്സ്, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അത് ശരിക്കും കെമിസ്ട്രിയുടെ ഭാഗം ഇതിൻ്റെ അകത്ത് കയറി വരുന്നുണ്ട് കുറച്ചായിട്ട്. 1 മാർക്കിനേ ഉള്ളൂ, വിട്ടുകളയൊന്നും വേണ്ട, നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പോഴേ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ബേസിക്സ്. ഈ പറയുന്ന എന്തൊക്കെ പുസ്തകങ്ങളാണ് ഇതിന് പഠിക്കുന്നത്? മിക്കവാറും എല്ലാ ദിവസവും 1-2 കുട്ടികളായിട്ട് നമ്മൾ ചോദിക്കുന്നുണ്ട്, സാറേ എന്താണ് പഠിക്കേണ്ടത്, സിലബസ് വന്നില്ലേ, റെഫറൻസ് പുസ്തകം, ഏത് പുസ്തകം വാങ്ങിക്കണം, എന്ത് പഠിക്കണം എന്നുള്ളത്. അപ്പോ നമുക്ക് കൂടുതലായിട്ട് വന്നിരിക്കുന്ന പുതിയതായിട്ട് വന്നിരിക്കുന്ന ഭാഗം ഈ ഇൻസ്ട്രുമെന്റേഷൻ ഭാഗമാണ്. അപ്പോൾ ഞാൻ 3 പുസ്തകങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന് ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രുമെന്റേഷൻ എക്സസിങ്ങും, അതുപോലെ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റേഷൻ കൾസിയുടെ ഒരു പുസ്തകമുണ്ട്. അത് മാത്രമല്ല ബേസിക് ഇലക്ട്രോണിക്സ് BL തെരേജയുടെ പുസ്തകം വളരെ ബേസിക് ആണ്. ഒരുപാട് ഡീറ്റെയിലിംഗ് ഇല്ലെങ്കിൽ പോലും ഇൻസ്ട്രുമെന്റേഷന്റെ ഒരു ചാപ്റ്ററിന്റെ ഉള്ളത് നല്ലത് തന്നെയാണ്. ഓസിലോസ്കോപ്പ് ഒക്കെ അതിൻ്റെ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ 3 പുസ്തകങ്ങളാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അപ്പൊ നമ്മൾ ഫ്ലിപ്കാർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ പുസ്തകം കിട്ടും. 10,900 രൂപയാണെന്ന് തോന്നുന്നു ഒരു പുസ്തകത്തിന് വില. ദെൻ ഫിസിക്സ് ആണെങ്കിൽ നമ്മൾ +1 പുസ്തകവും +2 പുസ്തകവും NCERT പുസ്തകം കൃത്യമായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഈ ഒപ്റ്റിക്സിന്റെ ഒരു ഭാഗമുണ്ട്, സുബ്രഹ്മണ്യ സാറിന്റെ ഒരു പുസ്തകമുണ്ട്, എ ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഒപ്റ്റിക്സ്, നല്ലൊരു പുസ്തകമാണ്. ആ ഭാഗത്ത് നമ്മൾ ഒപ്റ്റിക്സ് എടുക്കണം. ഒപ്റ്റിക്സ് ഒരുപാട് സിലബസിന്റെ അകത്ത് വന്നിട്ടുണ്ട്. അതാണ് ആ ഒരു പുസ്തകം. പിന്നെ ബേസിക് ഫിസിക്സ് കെന്നത്തിന്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകമാണ് നമ്മൾ ഇതിന് പ്രധാനമായിട്ടും പോകുന്നത്. പിന്നെ ഇനിയിപ്പോ നമുക്ക് പുസ്തകമൊന്നും വായിച്ചെടുത്ത് പഠിക്കാനൊന്നും നേരം ഉണ്ടാവില്ല, ഞാൻ അങ്ങനെ പറയുള്ളൂ. ഞാൻ പക്ഷേ കുട്ടികളോട് സ്ഥിരമായിട്ട് ചോദിക്കുന്നതുകൊണ്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്തായാലും പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന റെഫറൻസ് പുസ്തകം ഇതെല്ലാമാണ്. ഈ ഫിസിക്സും അതുപോലെ ബേസിക് ഇലക്ട്രോണിക്സ് മെഷർമെന്റ് സിസ്റ്റത്തിന്റെയും ഈ പുസ്തകങ്ങളാണ് ഞാൻ മെയിൻ ആയിട്ട് റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇനി ഒന്നേന്ന് പഠിച്ച് വായിച്ച് നോട്ട് എഴുതി എടുക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പഠിച്ച് ക്ലാസ് എടുത്ത് നോട്ടൊക്കെ ആക്കി തരികയാണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ചു പോകാം. കാരണം 2 മാസം നമുക്കിനി മുന്നിലുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ പഠിക്കണം. പുസ്തകങ്ങൾ ഇതൊക്കെയാണ്. പക്ഷെ നിങ്ങൾ പലപ്പോഴും മറ്റൊരാൾ പഠിച്ചിട്ട് ആ കണ്ടന്റുകൾ കിട്ടുകയാണെങ്കിൽ കുറെ കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് റിവിഷന്റെ സമയമൊക്കെ കിട്ടും കേട്ടോ. അപ്പൊ പുസ്തകങ്ങളുടെ കാര്യം ഇങ്ങനെയാണ്, ഓർമ്മയിരിക്കട്ടെ. ചില ആളുകളുടെ ഈ പുസ്തകം ഉണ്ടാവും. ബിടെക് കഴിഞ്ഞ ആളുകളുടെ ആദ്യത്തെ പുസ്തകങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. കൾസിയുടെ ഒക്കെ പുസ്തകം എന്തായാലും കാണാൻ സാധ്യതയുണ്ട്. അതൊക്കെ ശരിക്കും ഇൻസ്ട്രുമെന്റേഷന്റെ ഒരു ബൈബിൾ എന്നൊക്കെയാ പറയുന്നത്. ഓക്കെ, അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇതൊക്കെയാ പുസ്തകങ്ങൾ. കെമിസ്ട്രിയുടെ ഭാഗങ്ങളാണ്. അതെ, അതുൽ സാർ വളരെ അതെ അപർണ മിസ് നമ്മളോടൊപ്പം. ഞാൻ വിചാരിച്ചില്ല, ഞാൻ അതിൽ സാർ വളരെ വിശദമായിട്ട് നമ്മളോട് ഫിസിക്സിന്റെ കാര്യങ്ങളും ഇലക്ട്രോണിക് മെഷർമെന്റ് സിസ്റ്റത്തിന്റെ കാര്യങ്ങൾ സംസാരിച്ചു. റെഫറൻസ് ബുക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ സാർ പറഞ്ഞു. അതിൽ സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ ഡൗട്ട്സ് ചാറ്റ് ബോക്സിൽ ഇടാം. അവസാനം സാർ ഉണ്ടാവും ഇവിടെ. സാർ ഡൗട്ട്സ് ക്ലിയർ ചെയ്യും. നമ്മുടെ IPLSന്റെ ഇതുമായി ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർക്കുള്ള ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് സാർ പറഞ്ഞതുപോലെ തന്നെ ഇൻറ്റൻസീവ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കോച്ചിങ് നമുക്ക് അവൈലബിൾ ആണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീൽ നിങ്ങൾക്ക് ഈ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ചാറ്റ് ബോക്സിൽ ആ കോഴ്സിന്റെ ലിങ്കും ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് അത് പരിശോധിക്കാം. അടുത്തതായിട്ട് നമുക്ക് കെമിസ്ട്രി ആണ് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. കെമിസ്ട്രിയെ കുറിച്ചുള്ള കെമിസ്ട്രി സിലബസും മറ്റും ഒക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിനു വേണ്ടിയിട്ട് IPLSന്റെ എക്സ്പെർട്ട് ഫാക്കൽറ്റി ആയിട്ടുള്ള അപർണ മിസ്സിനെ ഈ വെബിനാർ ലീഡ് ചെയ്യാനായിട്ട് അപർണ മിസ്സിനെ സ്വാഗതം ചെയ്യുന്നു. അപർണ മിസ് പ്ലീസ്. ഹലോ സർ, കേൾക്കാമോ? കേൾക്കാം സർ, കേൾക്കാം മിസ്സേ, കേൾക്കാം. സർ,
ഓക്കെ, അപ്പം കെമിസ്ട്രിയെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അതിൽ സാർ ഓൾറെഡി ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. നമുക്ക് സിലബസ് ഡിസ്കഷൻ നോക്കാം. 30 മാർക്കാണ് കെമിസ്ട്രിക്ക് പറഞ്ഞിട്ടുള്ളത്. 10 മോഡ്യൂൾസ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിൽ ഏറെക്കുറെ പോർഷൻസും നമ്മുടെ +1 +2 പോർഷൻ തന്നെയാണ്. പിന്നെ കുറച്ച് പോർഷൻസ് അഡ്വാൻസ്ഡ് വരുന്നുണ്ട്. എന്നാലും ഒരുപാട് അങ്ങ് അഡ്വാൻസ്ഡ് അല്ല. അപ് ടു ഗ്രാജുവേറ്റ് ലെവൽ വരെ നമുക്ക് ആ പോർഷൻസ് വരുന്നുള്ളൂ. ആദ്യത്തെ ചാപ്റ്റർ ആയ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ നമുക്ക് വേണമെങ്കിൽ പൂർണ്ണമായിട്ടും നമ്മുടെ +1 +2 ടെക്സ്റ്റ് ബുക്കുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാവുന്ന ഒരു പോർഷൻ ആണ്. സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗേഷ്യസ് സ്റ്റേറ്റ് എല്ലാം നമ്മൾ +1 +2 ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമുക്ക് പഠിക്കാം. രണ്ടാമത് വരുന്ന സൊല്യൂഷൻസ് ആണ്. അതിൽ മെയിൻ ആയിട്ട് മൊളാലിറ്റി ഇതെല്ലാം തന്നെ നമുക്ക് +2-ലെ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ടെക്സ്റ്റിൽ തന്നെ അവൈലബിൾ ആണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസും അവിടെ തന്നെ അവൈലബിൾ ആണ്. മൂന്നാമത് ഇലക്ട്രോ കെമിസ്ട്രി ആണ്. ഇലക്ട്രോ കെമിസ്ട്രി NCERT +2 ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ വന്നേക്കുന്നത്. പിന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് പോർഷൻ വേണമെങ്കിൽ, ഫിസിക്കൽ കെമിസ്ട്രിയുടെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് പോർഷൻ വേണമെങ്കിൽ നമുക്ക് ഫിസിക്കൽ കെമിസ്ട്രി ബൈ ഗുരുദീപ് രാജോ, അതുപോലെ തന്നെ കുര്യൻ ശർമ്മ, ഈ 2 ടെക്സ്റ്റ് ബുക്കുകൾ ഇവിടെ യൂസ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നത് അനലിറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ആണ്. ഇത് നമുക്ക് സ്കോഗിന്റെ ടെക്സ്റ്റ് യൂസ് ചെയ്യാം. പിന്നെ ഒരു BK ശർമ്മ ടെക്സ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്ന ശരിക്കും ബേസിക് കാര്യങ്ങളാണ് വന്നേക്കുന്നത്. നമ്മുടെ കോമൺ അയോൺ ഇഫക്റ്റ് ആണെങ്കിലും സോലിബിലിറ്റി പ്രോഡക്റ്റും ഒക്കെ നമ്മുടെ BSc പഠിച്ച ടെക്സ്റ്റ് ബുക്കുകൾ, BScക്ക് നമ്മൾ അനലിറ്റിക്കൽ പ്രിൻസിപ്പിൾസ് പഠിച്ച ടെക്സ്റ്റ് ബുക്കുകൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉണ്ടാകും. പിന്നെ ഗ്രാവമെട്രി, ക്രൊമാറ്റോഗ്രഫി ഒക്കെ ആ ടെക്സ്റ്റ് ബുക്കുകൾ നമ്മുടെ ഗ്രാജുവേഷൻ നമ്മൾ BSc പഠിച്ച ടെക്സ്റ്റ് ബുക്കുകൾ തന്നെ അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ് മോഡ്യൂൾ വരുന്നത് പോളിമേഴ്സ് ആണ്. പോളിമേഴ്സിന്റെയും സ്റ്റാർട്ടിങ് നമ്മളുടെ +2 ടെക്സ്റ്റിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ കുര്യൻ ശർമ്മയിലും അതുപോലെ തന്നെ ഗുരുദീപ് രാജിലും നമുക്ക് പോളിമേഴ്സിന്റെ അഡ്വാൻസ്ഡ് പോർഷൻസ് കാണാൻ കഴിയും. കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് വരുന്നത് നമ്മുടെ +2 ടെക്സ്റ്റ് ഒക്കെ കിട്ടും. അവിടെ പക്ഷെ സിമെന്റിന്റെ ഒക്കെ കാര്യങ്ങൾ, സിമെന്റ്, പെയിന്റ്സ്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള പോർഷൻസ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഗ്രാജുവേഷൻ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഫ്യൂൽ എക്സ്പ്ലോസീവ്സ് ഒക്കെയാണ്. ഇതും കുറച്ച് നമ്മൾ +2 പഠിക്കുന്ന കാര്യങ്ങളല്ല, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ടെക്സ്റ്റ് ആണ് നമുക്ക് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഫ്യൂൽസ്, അതിന്റെ കലോറിഫിക് വാല്യൂസ്, പെട്രോളിയം പ്രോഡക്ട്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. TNT എന്താണ്, TNG എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പഠിക്കുന്നത്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലാസ്സുകൾ എടുക്കും. പിന്നെ നാനോ മെറ്റീരിയൽസ് ആണ്. നാനോ മെറ്റീരിയൽസും നമ്മൾ BScക്ക് പഠിച്ച, നമ്മുടെ ഗ്രാജുവേഷന് പഠിച്ച പോർഷൻസേ ഉള്ളൂ. ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടൊന്നും ഇല്ല. പിന്നെ അതിന്റെ ബേസിക് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി മാൻസിയുടെ ടെക്സ്റ്റ് നല്ല ടെക്സ്റ്റ് ആണ്. നാനോ മെറ്റീരിയൽസിന്റെ മാൻസിയുടെ ടെക്സ്റ്റ് നല്ല ടെക്സ്റ്റ് ബുക്കാണ്. സ്പെക്ട്രോസ്കോപ്പി പഠിക്കാനായിട്ടും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഗുരുദീപ് രാജോ, ഫിസിക്കൽ കെമിസ്ട്രി ഗുരുദീപ് രാജോ, അതുപോലെ തന്നെ ഫിസിക്കൽ കെമിസ്ട്രിയുടെ കുര്യൻ ശർമ്മ ടെക്സ്റ്റ് ബുക്കുകളോ യൂസ് ചെയ്യാം. അത്രയും ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. എന്താണ് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി, ലാംബർട്ട്സ് ലോ എന്താണ്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കുകളിൽ വളരെ നന്നായിട്ട് തന്നെ, നല്ല വൃത്തിയായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ IR സ്പെക്ട്രോസ്കോപ്പി ഒക്കെ നമ്മൾ ഈ പറഞ്ഞ ടെക്സ്റ്റ് ബുക്കുകളിൽ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് അഡ്വാൻസ്ഡ് ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ പവി ഒക്കെ ഉണ്ട്, പക്ഷെ അത്രയും അഡ്വാൻസ്ഡ് പോർഷൻസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. പിന്നെ ലാസ്റ്റ് മോഡ്യൂൾ വരുന്നത് എൻവയോൺമെന്റൽ കെമിസ്ട്രി ആണ്. അത് നമ്മുടെ BK ശർമ്മയുടെ എൻവയോൺമെന്റൽ കെമിസ്ട്രിക്കകത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഈ ഓരോ കാര്യങ്ങളും, എയർ പൊല്യൂഷൻ എന്താണ്, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ BK ശർമ്മയുടെ എൻവയോൺമെന്റൽ കെമിസ്ട്രി എന്ന പോർഷനിൽ നമുക്ക് കാണാൻ കഴിയും. അതാണ് നമ്മളിവിടെ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ I+ വളരെ കൃത്യതയോടെയാണ് എല്ലാ പോർഷൻസും, എല്ലാ മോഡ്യൂൾസും മുമ്പോട്ട് കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് സാറ് പറഞ്ഞ പോലെ തന്നെ ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്ത് പഠിക്കേണ്ടവർക്ക് ഈ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ യൂസ് ചെയ്യാം. നന്നായി പഠിക്കാൻ ശ്രമിക്കാം. പിന്നെ മാക്സിമം പോർഷൻസ്, ഈ +1 +2 പോർഷൻസ് ബേസിക് ആയിട്ടുള്ളതെങ്കിലും നന്നായി പഠിക്കുക. പിന്നെ ഈ നിങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് ഈ ജോലി നേടാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് മറ്റ് ബന്ധപ്പെട്ടവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു സാർ. നന്ദി അപർണ മിസ്. വളരെ വിശദമായിട്ട് ഓരോ മൊഡ്യൂളിലെ ഏതൊക്കെ ടെക്സ്റ്റുകൾ ആധികാരികമായി റെഫർ ചെയ്യണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നമ്മുടെ കോഴ്സിന്റെ പെക്യുലാരിറ്റീസ് ഒക്കെ അപർണ മിസ് പറയുകയുണ്ടായി. വീട്ടുകാരെ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫസ്റ്റ് ഇയറിലൊക്കെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതുവരെ കണ്ട ഈ പറഞ്ഞ ഇലക്ട്രോണിക്സ് ആണെങ്കിലും ഫിസിക്സിലൊക്കെ ആണെങ്കിലും ഉണ്ടായിരുന്ന പോർഷൻസ്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി പഠിക്കാത്ത കുറച്ച് കാര്യങ്ങളുള്ളത് കെമിസ്ട്രിയുടെ പോർഷനിൽ മാത്രമായിരിക്കും. പക്ഷെ അത് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ട്രൈ ചെയ്താൽ തീർച്ചയായിട്ടും ബിടെക് പഠിച്ച ഉദ്യോഗാർത്ഥികളിൽ ഉണ്ടാവും, വെബിനാറിൽ ഉണ്ടാവും. നിങ്ങൾക്കത് നേടിയെടുക്കാൻ
എടുക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ബാക്കി ഫിസിക്സും ഇലക്ട്രോണിക്സും ഒക്കെ തീർച്ചയായിട്ടും പല ബ്രാഞ്ചുകളായിട്ടും ഒക്കെ പഠിക്കുന്ന, നമ്മൾ ഫസ്റ്റ് ഇയറിലൊക്കെ പഠിക്കുന്ന പോർഷൻസ് തന്നെയാണ്. അടുത്തതായിട്ട് മാത്തമാറ്റിക്സിന്റെ സിലബസ് ഡിസ്കസ് ചെയ്യാണ് ഐപ്ലസിന്റെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ആയിട്ടുള്ള സുരഭി മിസിനെ മാത്തമാറ്റിക്സിന്റെ സിലബസ് ഡിസ്കസ് ചെയ്യാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. സുരഭി മിസ്, പ്ലീസ്. സുരഭി മിസ് ജോയിൻ ചെയ്യുകയാണ്. നിങ്ങളുടെ ഡൗട്ട്സ് ഇതിനകത്ത് കാണുന്നുണ്ട്. ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അവസാനം നമ്മൾ വെബിനാറിന്റെ അവസാനം ആൻസർ ചെയ്യുന്നതാണ്. ഫീസ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടൊക്കെ പേ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ആ കോഴ്സിന്റെ ലിങ്കിൽ ചെന്നാൽ നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കും. നമസ്കാരം. ഓക്കെ മിസ്, കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പറഞ്ഞോളൂ. നമസ്കാരം. ഞാൻ സുരഭി, മാത്തമാറ്റിക്സ് ഫാക്കൽറ്റിയാണ്. അപ്പൊ നമുക്ക് ഈ ലീഗൽ മെട്രോളജിയുടെ മാത്തമാറ്റിക്സ് സിലബസ് ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ ആദ്യത്തെ ഇതിനകത്ത് 10 യൂണിറ്റുകളായിട്ടാണ് നമ്മുടെ സിലബസിനകത്ത് യൂണിറ്റ്സ് വന്നിരിക്കുന്നത്. അതിലെ ആദ്യത്തെ 2 യൂണിറ്റ് 1ഉം യൂണിറ്റ് 2ഉം മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും. മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്ങിനകത്തുനിന്ന് 1 ക്വസ്റ്റ്യനും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനകത്തുനിന്ന് 2 ക്വസ്റ്റ്യൻസുമാണ് വരുന്നത്. ഈ ആദ്യത്തെ 2 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാല് നമുക്ക് ഏതൊരു PSC എക്സാമിനും സാധാരണ മാത്സിന് ചോദിക്കുന്ന ജനറൽ ക്വസ്റ്റ്യൻസുകൾ മാത്രമാണ് വരുന്നത്. അത് നമുക്ക് ഏതൊരു PSCയുടെ മാത്സിന്റെ പോർഷൻ റെഫർ ചെയ്താലും നമുക്ക് ആ ഭാഗങ്ങൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി യൂണിറ്റ് 3 നോക്കിയാൽ മെൻസുറേഷൻ, യൂണിറ്റ് 4 ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. യൂണിറ്റ് 3 നമ്മൾ 9th സ്റ്റാൻഡേർഡ് മുതൽ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. ഫിഗർ, സർക്കിൾസ്, സ്ക്വയേഴ്സ്, റെക്ടാങ്കിൾസ്, ട്രയാങ്കിൾസ്, അങ്ങനെയൊക്കെ പല ഷേപ്സ്. ആ ഷേപ്സിന്റെ ഏരിയാസ്, വോളിയംസ്, അങ്ങനെ വരുന്ന ഷേപ്സിനെ പറ്റി കൂടുതലായിട്ട് നമ്മൾ 9th സ്റ്റാൻഡേർഡ് മുതൽ പഠിക്കുന്നുണ്ട്. +2 ലെവൽ വരെ അത് പഠിക്കുന്നുണ്ട്. അപ്പൊ ആ യൂണിറ്റ് 3 നമുക്ക് +2 ലെവലില് 9th 10th അതിലെല്ലാം കുറച്ച് ഭാഗങ്ങളായിട്ട് വരുന്നുണ്ട്. ആ മെൻസുറേഷൻ എന്ന് പറയുന്നത് അത് നമുക്ക് പഠിച്ചാൽ എളുപ്പമായിട്ട് നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് നമ്മൾ +2 ലെവലിലാണ് മെയിൻ ആയിട്ടും വരുന്നത്, +1 +2. അതിൽ നമുക്ക് നേച്ചർ ഓഫ് റൂട്ട്സ്, ഡിസ്ക്രിമിനന്റ് കണ്ടുപിടിക്കാൻ, റിലേഷൻ ഓഫ് റൂട്ട്സ് ആൻഡ് കോഎഫിഷ്യൻസ്, അത് കുറച്ച് ഡിഗ്രി ലെവലും കൂടെ നമുക്ക് ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് കുറച്ചുകൂടെ കാര്യങ്ങൾ ഡിഗ്രി ലെവൽ വരുന്നുണ്ട്. അപ്പൊ അതും അതിനകത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നെക്സ്റ്റ് യൂണിറ്റ് മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസും സിസ്റ്റംസ് ഓഫ് ലീനിയർ ഇക്വേഷൻസും. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അതിനകത്തുനിന്ന് 5 ക്വസ്റ്റ്യൻസ് വരും. ഈ രണ്ടും ലീനിയർ ഓൾജിബ്ര എന്ന് പറയുന്ന ശാഖയുടെ അടിയിൽപ്പെടുന്നതാണ് രണ്ടും. അപ്പൊ അത് നമുക്ക് ലീനിയർ ഓൾജിബ്രയുടെ ഷോംസിന്റെ ഒക്കെ ടെക്സ്റ്റുകളുണ്ട്. നല്ല ടെക്സ്റ്റ് ആണ്, ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. വാങ്ങിച്ച് നമുക്ക് വായിച്ചു നോക്കാം. അതേപോലെ തന്നെ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് നെക്സ്റ്റ് യൂണിറ്റ്. അത് നമ്മുടെ +2 ലെവലിൽ തന്നെയുള്ള ചോദ്യങ്ങളാണ് മെയിൻ ആയിട്ടും ചോദിക്കാറുള്ളത്. അത് കൂടുതലായിട്ട് അതിനകത്തൊന്നും അങ്ങനെ വന്ന് കണ്ടിട്ടില്ല. പക്ഷേ ലീനിയർ ഓൾജിബ്ര എന്നുള്ള കാൽക്കുലസിന്റെ ലീനിയർ ഓൾജിബ്ര, ഷോംസിന്റെ ലീനിയർ ഓൾജിബ്ര നമുക്ക് ഇമ്പോർട്ടന്റ് പുസ്തകം വായിക്കാവുന്നതാണ്. ഇനി യൂണിറ്റ് 8 ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻസിയേഷനും യൂണിറ്റ് 9 ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷനും. രണ്ടും കാൽക്കുലസിന്റെ കീഴിൽ വരുന്ന ശാഖകളാണ്. പിന്നെ ബേസിക്സ് കിട്ടാനായിട്ട് നമുക്ക് +1 +2 SCERT NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് റെഫറൻസ് ആയിട്ട് പറയുന്നത്. അതായത് അതിന്റെ ഡെറിവേറ്റീവും പ്രോപ്പർട്ടീസും ഇന്റഗ്രലും പിന്നെ അതിന്റെ ഏരിയ അണ്ടർ ദ കർവും എല്ലാം നമുക്ക് അതിനകത്ത് ബേസിക്സ് +1 +2 ടെക്സ്റ്റ് തന്നെയാണ്. അതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഗിൽബർട്ട് സ്ട്രാങ്ങിന്റെ കാൽക്കുലസ് എന്ന് പറയുന്ന ടെക്സ്റ്റിനകത്തുനിന്ന് ഇൻട്രഡക്ഷൻ ടു ഇന്റഗ്രൽ കാൽക്കുലസ് AK ജോഷ്, ഇത് രണ്ടും നല്ല ടെക്സ്റ്റുകളാണ്. ബാലചന്ദ്രൻ റാവു സാറിന്റെ ടെക്സ്റ്റും ഇതിന് റെഫറൻസ് ആയിട്ട് വെക്കാവുന്നതാണ്. ഇനി യൂണിറ്റ് 10 ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, നമ്മളെ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസ്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് സോൾവ് ചെയ്യാനുള്ളതും അതും +2 ലെവൽ തന്നെയാണ്. നമുക്ക് ഫസ്റ്റ് ബേസിക്സ്, പിന്നെ ബാക്കിയൊക്കെ പിന്നെ റെഫറൻസ് ആയിട്ട് നമുക്ക് ബോറിസിന്റെ ടെക്സ്റ്റ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ ബോറിസിന്റെ ടെക്സ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് നമുക്ക് ഈ മാത്തമാറ്റിക്സിൽ നമുക്ക് സബ്ജക്റ്റിൽ ആദ്യം ഒരു നോളജ് ഉണ്ടായിരിക്കണം. എന്നിട്ട് പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് തന്നെ നോക്കണം. അത്യാവശ്യം ചെയ്യുന്ന പ്രോബ്ലംസ് തന്നെയാണ് വരുന്നത്. ചെയ്ത് തന്നെ
നമ്മൾ നോക്കണം. അതിനുശേഷം വേണം നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസുകളൊക്കെ കടക്കാനായിട്ട്. അപ്പൊ ആദ്യം നമുക്ക് നമ്മൾ പഠിക്കുന്ന ആ ഭാഗം നല്ല ക്ലിയർ ആയിരിക്കണം. കുറച്ച് കാര്യങ്ങൾ ഒത്തിരി ഒന്നും ഇല്ല മാത്സ്. ഇത് അവിടെ 20 മാർക്കിനുള്ളതേ ഉള്ളൂ. അപ്പൊ അതിനകത്തുനിന്ന് വരുന്നത് നമ്മൾ നല്ലതായിട്ട് കണ്ടന്റ് തന്നിരിക്കുന്ന സിലബസ് മനപ്പാഠം ആക്കുക, എന്നിട്ട് പ്രോബ്ലംസ് ചെയ്യുക, എന്നിട്ട് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പൊ നമ്മൾക്ക് I+ ഇതിന് കറക്റ്റ് ആയിട്ടുള്ള റെഫറൻസ് ഒക്കെ നടത്തി I+ ഇതിന് കറക്റ്റ് പ്രോബ്ലം സോൾവിങ്ങും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ബന്ധപ്പെട്ടവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുക. താങ്ക് യു. താങ്ക് യു സുരഭി മിസ്. വളരെ വിശദമായിട്ട് മാത്സിന്റെ സിലബസും അതേക്കുറിച്ചുള്ള റെഫർ ചെയ്യേണ്ട ടെക്സ്റ്റുകളും ഒക്കെ സുരഭി മിസ് നമ്മളോട് പങ്കുവച്ചു. അടുത്തതായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട ഇതിന്റെ പ്രൊമോഷൻ സാധ്യതകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉദ്യോഗാർത്ഥികളോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുൽ സാറിനെ ക്ഷണിക്കുകയാണ്. അതുൽ സാർ പ്ലീസ് ജോയിൻ. ഓക്കെ, അപ്പോ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കി. അപ്പൊ ഇനി നമുക്ക് ശമ്പളവും കാര്യങ്ങളൊക്കെ ചില ആളുകൾ താഴെ എഴുതുന്നുണ്ട്, പ്രൊമോഷൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോ സാലറി സ്കെയിൽ കണ്ടല്ലോ 43,400 ടു 91,200 ബേസിക് പേ ആണ്. പിന്നെ മറ്റു ആനുകൂല്യങ്ങൾ അതിന്റെ കൂടെ ഉണ്ടാവും. അപ്പൊ ഇതാണ് എന്റെ പേ സ്കെയിൽ. അത്യാവശ്യം നല്ലൊരു മാന്യമായ ഒരു നല്ല പേ സ്കെയിലാണ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറുള്ളത്. കാരണം ഇൻസ്പെക്ടർ അല്ലേ, അതുകൊണ്ടാണ് ആ ഒരു സ്കെയിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മളിത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ എന്തുകൊണ്ട് കാണിക്കുന്നു വെച്ചാൽ നമുക്ക് പഠിക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ. ഇത്രയും സാലറി ഉള്ള ഒരു ജോലിയാണെന്ന് ചിന്തിച്ചെങ്കിലും നമ്മൾ പഠിക്കുമല്ലോ, അതിന് വേണ്ടി ഇതൊക്കെ കാണിക്കുന്നു കേട്ടോ. അടുത്തത് അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 2 പടി മുകളിലായിട്ടാണ് ശരിക്കും ഈ ജോലിക്കകത്ത് നമ്മൾ കയറുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇൻസ്പെക്ടിങ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് ആ PSC തൊട്ട് മുന്നേ വിളിച്ചിരുന്നു ഇൻസ്പെക്ടിങ് അസിസ്റ്റന്റ് വേക്കൻസിയിൽ. അപ്പോ ഇൻസ്പെക്ടിങ് അസിസ്റ്റന്റ് ആണ് ഏറ്റവും, നമ്മൾ ഈ പോലീസ് പറയുന്ന പോലെയാണ് കോൺസ്റ്റബിള്, പിന്നെ അതിനുശേഷം ഒരു ഗ്രേഡ് വരുമ്പോൾ ഹെഡ് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ ASI ആവും, പിന്നെ SI ആവും എന്ന് പറയുന്ന പോലെയാണ്. ഇൻസ്പെക്ടിങ് അസിസ്റ്റന്റ് ആണ് ബേസിക് ആയിട്ട് ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇൻസ്പെക്ടിങ് അസിസ്റ്റന്റിനും ടെക്നിക്കൽ അസിസ്റ്റന്റിനും മുകളിലായിട്ടുള്ള ഒരു ഓഫീസർ തസ്തികയിലേക്കാണ് നമ്മൾ നേരെ അന്ന് കയറുന്നത്. അതായത് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി ആണ് LM, ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി. അതിനുശേഷം നമ്മൾ സീനിയർ ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി ആവും. അതിൽ കുറെ ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറുടെ ഹെഡ് ആയിട്ടാണ് ഈ സീനിയർ ഇൻസ്പെക്ടർ വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അസിസ്റ്റന്റ് കൺട്രോളർ ഓഫ് ലീഗൽ മെട്രോളജി ആയിട്ട് മാറും. ദെൻ ഡെപ്യൂട്ടി കൺട്രോളർ ഓഫ് ലീഗൽ മെട്രോളജി ആയിട്ട് മാറും. എല്ലാ ജില്ലകളിലുമായിട്ട് ഡെപ്യൂട്ടി കൺട്രോളേഴ്സ് ഉണ്ടാവും. ഒരാളല്ല ഇത്, ഓരോ ജില്ലകളിലും ഉണ്ടാവും, ഒന്നിലധികം ആളുകളും ഉണ്ടാവും. നമ്മൾ ഈ രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ, രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇപ്പോ ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളല്ല, ഒന്നിലധികം ആളുകൾ ഉണ്ടാവും എന്ന് പറയുന്ന പോലെ ഈ ഡെപ്യൂട്ടി കൺട്രോളർ ഓഫ് ലീഗൽ മെട്രോളജി ഒരാളല്ല, ഒന്നിലധികം ആളുകൾ, ഓരോ ജില്ലകളിലും ഓരോ ആളുകളായിട്ട് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഒരാളല്ല, ഈ ഒരാളെ ഞാനാവോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, പല ആളുകൾക്ക് ആവാനായിട്ട് പറ്റും. ഒന്നിലധികം തസ്തികകൾ ഉണ്ടാവും ഒരേ ഇതില്. ദെൻ ജോയിന്റ് കൺട്രോളർ ഓഫ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ, അത് ഏറ്റവും മുകളിൽ കൺട്രോളർ ഓഫ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ആണ്. ഇങ്ങനെയാണ് ഇതിന്റെ പ്രൊമോഷൻ സാധ്യതകൾ വരുന്നത്. അപ്പൊ മിക്കവാറും ജോയിന്റ് കൺട്രോളർ ഓഫ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ വരെ മിക്കവർക്കും ആകാൻ പറ്റും. 10-30 വയസ്സിന് താഴെ ജോയിൻ ചെയ്യുന്നവർക്കാണ്, അല്ലെങ്കിൽ പോലും അവസാനം ഡെപ്യൂട്ടി കൺട്രോളർ ആയിട്ട് റിട്ടയർ ആവാൻ പറ്റും, കുറച്ചുകൂടെ ഏജ് ഉള്ളവരാണെങ്കിൽ പോലും. ഈ കൺട്രോൾ ഓഫ് ലീഗൽ മെട്രോളജി എന്ന് പറയുന്നത് മിക്കവാറും IPS അല്ലെങ്കിൽ IAS കാരാണ് മിക്കവാറും കൺട്രോൾ ഓഫ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ഡെപ്യൂട്ടേഷനിൽ വരുന്നത്. അപ്പോ ജോയിന്റ് കൺട്രോൾ ജസ്റ്റ് IPS അല്ലെങ്കിൽ IASന്റെ താഴെ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത്രയും റാങ്ക് വരെ എത്താൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് ഒരു അഡ്വാൻറ്റേജ്, ഒത്തിരി ആളുകൾ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ ഒത്തിരി ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ എല്ലാ ആൾക്കും പ്രൊമോഷൻ കിട്ടുക എന്നാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. പക്ഷെ ഇത് കമ്പാരിറ്റീവ്ലി നിങ്ങൾ ആ ഡിപ്പാർട്ട്മെന്റ് തന്നെ വളരെ അപൂർവമായിട്ടല്ലേ കേൾക്കുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ആളുകൾ കുറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ ജോലി കിട്ടിയാൽ സംഭവം അടിപൊളിയാണ്. കാരണം ജോയിന്റ് കൺട്രോൾ ഓഫ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ആയിട്ട് മറ്റേ സ്റ്റേറ്റ് കാറിലൊക്കെ കറങ്ങി നടക്കാനല്ല, ജോലി കാര്യങ്ങൾ നോക്കി നടത്താം. അങ്ങനെയാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പ്രൊമോഷൻ സാധ്യതകളും. ഇതൊക്കെ കാണിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല കുട്ടികളെ, ഇതെങ്കിലും കണ്ടിട്ട് നിങ്ങൾ വളരെ ഹാർഡ് വർക്ക് ചെയ്യണം. കാരണം ഒത്തിരി ആളുകൾ ജനറൽ PSC ഒക്കെ പഠിച്ച് ഒന്നും ആവുന്നില്ല എന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്കുള്ളൊരു ചാൻസാണ്. നിങ്ങൾ ഫിസിക്സോ കെമിസ്ട്രിയോ ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകളാണ്, നിങ്ങൾ പഠിക്കാനായിട്ട് തയ്യാറാണ് എങ്കിൽ തീർച്ചയായിട്ടും പഠിക്കുക. അത് മാത്രമല്ല I+ അതിനുള്ള ഒരു ചാൻസ് നിങ്ങൾക്ക് തരികയാണ്. ഇപ്പോ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്, പല ആയിട്ട് നമ്മൾ യൂട്യൂബിൽ തന്നെ കാണാറുണ്ട്. അപ്പൊ നമ്മള് ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാല് വെറുതെ ഒരു കോഴ്സ് നിങ്ങളിപ്പോ ഇത്രയും പൈസ മുടക്കിയിട്ട് വാങ്ങിച്ചിട്ട്
ചെറിയൊരു പൈസയേ ഉള്ളൂ. പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് പിന്നെ നിങ്ങൾ പഠിച്ചോ എന്ന് പറഞ്ഞിട്ടിട്ട് പോകുന്ന ആളുകളൊന്നും അല്ല. കറക്റ്റ് ആയിട്ടുള്ള ഫോളോ അപ്പ് ഉണ്ടാവും. നിങ്ങൾ പഠിക്കുന്നൊന്നും ശ്രദ്ധിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് നമുക്കൊരു വാട്സപ്പ് നമ്പർ തരും നിങ്ങൾക്ക്. അതിലേക്ക് നിങ്ങൾക്ക് ഡൗട്ടുകൾ അയച്ചു കൊടുക്കുക. ആ ഡൗട്ടുകൾ എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് അയച്ചു തരും. ഞാനത് ക്ലിയർ ചെയ്തിട്ട് തിരിച്ചയച്ചു തരികയും ചെയ്യും. അല്ലാതെ വെറുതെ കോഴ്സ് എടുത്ത് നിങ്ങൾ ഇതെല്ലാം കൂടി പഠിച്ചോ എന്ന് പറഞ്ഞ് പോകുന്ന ആളുകളല്ല. നിങ്ങളുടെ ഡൗട്ടുകൾ കൃത്യമായിട്ട് ക്ലിയർ ചെയ്യുകയും കൃത്യമായിട്ട് ഫോളോ അപ്പ് നടത്തുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പഠിക്കാനൊക്കെ തയ്യാറാണെങ്കിൽ, ഞാൻ പറയുന്നത് പഠിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. അല്ലാതെ വെറുതെ വന്ന് കാശ് തന്നിട്ട് നിങ്ങളുടെ വഴിക്ക് പോരുത്. വെറുതെ എന്തിനാ ആ കാശ് കൊണ്ട് വേറെ ഏതെങ്കിലും കാര്യം ചെയ്യരുത്. അപ്പൊ അതുകൊണ്ട് പഠിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഭാഷയിലാണ് കേറി വാ മക്കളെ എന്നൊക്കെ പറയുന്ന പോലെയാണ്. നിങ്ങൾ ധൈര്യത്തോടെ പോര്, നമുക്ക് ഒന്നിച്ച് ഉഷാറായിട്ട് പഠിക്കാൻ പറ്റും. ഞാൻ ഇതിങ്ങനെ പല പറയാൻ കാരണം ഒരു റീസൺ കൂടിയാണ്. എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പേഴ്സണൽ ലൈഫിൽ ഒരു കാര്യമുണ്ട്. കാരണം ഞാൻ പഠിച്ചിറങ്ങുന്ന സമയത്ത് ഒരിക്കൽ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറെ വിളിച്ചിരുന്നു. പക്ഷെ അന്ന് എനിക്ക് അറിയില്ല ഇത് ഇങ്ങനെ ഒരു പോസ്റ്റ് ആണെന്നും ഇങ്ങനെ ഫിസിക്സ് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണെന്ന് അറിയില്ല. ഞാൻ ഇപ്പോഴും ഓർക്കണം. ഞാൻ എന്നിട്ട് എന്നോട് ആരും ഇങ്ങനെ പറഞ്ഞു, ഞാൻ അപേക്ഷിക്കാൻ പോയിട്ട് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ അല്ല ഞാൻ അപേക്ഷിച്ചത്. അന്ന് വിളിച്ച വേറെ ഏതോ ജനറൽ PSC അപേക്ഷിച്ചിട്ട് ഞാൻ പോകുന്നു. അങ്ങനെ എനിക്ക് ഈ പരീക്ഷ അന്ന് എഴുതാൻ പറ്റിയില്ല. അതൊരു ഭയങ്കര നഷ്ടബോധമാണ്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു നഷ്ടം അന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ആർക്കും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് കഴിവതും നമ്മൾ പ്രൊമോട്ട് ചെയ്യും. എനിക്ക് പേഴ്സണലി ഞാൻ പ്രൊമോട്ട് ചെയ്യാനുള്ള റീസൺ അതുകൊണ്ടാണ്. എല്ലാവരും എഴുതണം. കാരണം നല്ല പോസ്റ്റാണ്, നല്ല ജോലിയാണ്. I+നോടൊപ്പം സഞ്ചരിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഉറപ്പായിട്ടും കോഴ്സിൽ ജോയിൻ ചെയ്യണം. ഓക്കെ സാർ, താങ്ക് യു. വളരെ വിശദമായിട്ട് അതുൽ സാർ ഇതേക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നമ്മുടെ I+ന്റെ കോഴ്സിനെ കുറിച്ചും വളരെ വിശദമായിട്ട് സാർ പറഞ്ഞു. ഈ ചാറ്റ് ബോക്സിൽ കോഴ്സിന്റെ ലിങ്ക് ഉണ്ട്. 3999 എന്ന് പറയുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീ മാത്രമാണ് നമ്മുടെ ഈ കോഴ്സിനുള്ളത്. പ്രീ റെക്കോർഡഡ് വീഡിയോകളാണ് നമ്മുടെ കോഴ്സിൽ ഉള്ളത്. അതുകൊണ്ട് ഇതുവരെ നമ്മൾ കോഴ്സിൽ ജോയിൻ ചെയ്യാത്തവർക്ക് വീഡിയോകളൊക്കെ നഷ്ടമാകും എന്നുള്ള പേടിയൊന്നും വേണ്ട. കൃത്യമായിട്ട് ആ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൂടാതെ ഈ 2 മാസം കൊണ്ട് ഇത് എങ്ങനെ കവർ ചെയ്യാം എന്നുള്ള ഒരു 60 ഡേ സ്റ്റഡി ഷെഡ്യൂളും നമ്മുടെ കോഴ്സിൽ അവൈലബിൾ ആണ്. അതനുസരിച്ച് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. കോഴ്സുകൾ അതനുസരിച്ച് ഈ പറഞ്ഞ പോലെ ആ ഷെഡ്യൂൾ അനുസരിച്ചുള്ള വീഡിയോകൾ നമ്മുടെ കോഴ്സിൽ ലഭിക്കുന്നതാണ്. ഒരു ദിവസം ഒരു 2 മാർക്കിന്റെ പാഠഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 50 ദിവസം കൊണ്ട് 100 മാർക്കിന്റെ പാഠഭാഗങ്ങൾ, ആകെ 100 മാർക്കാണല്ലോ പരീക്ഷയ്ക്ക്. അപ്പൊ ആ ഒരു എയിം വെച്ചുകൊണ്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. സോ അതിന് സഹായകരമായ രീതിയിലാണ് ഓരോ ദിവസവും എന്തൊക്കെ പഠിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ ടൈം ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. അതോടൊപ്പം തന്നെ ഹൈ ക്വാളിറ്റി റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നമ്മുടെ കോഴ്സിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതുൽ സാർ പറഞ്ഞതുപോലെ തന്നെ അക്കാഡമിക് കോർഡിനേറ്റേഴ്സ് വഴി അധ്യാപകരോട് ചോദിച്ച് നിങ്ങൾക്ക് മറുപടി വാങ്ങാവുന്നതാണ്. കൃത്യമായിട്ട് അങ്ങനെ നിങ്ങളോട് എപ്പോഴും ടച്ച് നിന്ന് നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് തന്നെയാണ് I+ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോഴ്സ് ഒരു തവണ എടുത്താൽ പിന്നെ തിരിഞ്ഞു നോക്കാത്ത രീതിയിലല്ല. തീർച്ചയായിട്ടും പരീക്ഷയുടെ അന്ന് വരെ നിങ്ങളോടൊപ്പം I+ ഉണ്ടാവും. മോട്ടിവേഷനും ഗൈഡൻസുമായിട്ടൊക്കെ I+ ഉണ്ടാവും. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളോട് ചോദിക്കാം. ഒരുമാതിരി ഡൗട്ട്സിനെല്ലാം നമ്മൾ ആൻസർ ചെയ്തു എന്ന് തോന്നുന്നു. കെമിസ്ട്രിയുടെ റെഫറൻസ് ടെക്സ്റ്റുകൾ അപർണ മിസ് നമ്മുടെ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. കൂടാതെ അതിൽ സാർ ഒരു ഡൗട്ടും കൂടി ഇതിനകത്ത് വന്നത്, ഇതൊരു 24 hour ഡ്യൂട്ടി ആണോ എന്ന് ഒരു ഉദ്യോഗാർത്ഥി 24 hour ഡ്യൂട്ടി ഒന്നും അല്ല. 24 hour ഡ്യൂട്ടി അല്ല. ഓക്കെ, നമ്മുടെ നോർമൽ സാധാരണ ഒരു മിനിസ്റ്ററിയൽ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോ MVD ഒക്കെ ഓഫീസ് കാണാറില്ലേ? ആ ഓഫീസിന്റെ കൂടെയുള്ള ഒരു ഓഫീസായിരിക്കും. രാവിലെ 10 മണിക്ക് തുടങ്ങി വൈകിട്ട് 5 മണിക്ക് കഴിയുന്ന സാധാരണ ഓഫീസാണ്. അല്ലാതെ 24 അല്ലല്ല. നിങ്ങൾക്ക് സംശയമുണ്ട് നിങ്ങളുടെ നാട്ടിലൊരു ലീഗൽ മെട്രോളുടെ ഓഫീസ് ഉണ്ട്. ആ ഓഫീസ് ഒന്ന് പോയി വൈകുന്നേരം നോക്കുക. 5 മണിക്ക് ശേഷം അടച്ചിട്ടുണ്ടാവും. ഓക്കെ സാർ. അങ്ങനെ ഈ ഇൻസ്പെക്ടർ എന്നുള്ള പേര് വരുന്നത് കൊണ്ടാണ് ആളുകൾക്ക് ഇത്രയും ഡൗട്ട്സ് പോസ്റ്റ് അല്ല എന്നുള്ളതാണ്. ഒന്നുമില്ല, നിങ്ങൾ ഇത് ഇൻസ്പെക്ട് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ കടകൾ, ഷോപ്പുകൾ. ഇപ്പൊ ഫുഡ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ, അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങള് കള്ളന്മാരെ പിടിക്കാൻ പോകണ്ട. തട്ടിപ്പ് കാണിക്കുന്ന ആളുകൾ പിടിക്കാൻ പോകണം. അല്ലാതെ ഓടിച്ചിട്ട് പിടിക്കാനൊന്നും. തീർച്ചയായിട്ടും പോസ്റ്റിന് ഇന്റർവ്യൂ ഉണ്ടാവുന്ന ഒരു ഡൗട്ട്. ഇന്റർവ്യൂ ഉണ്ട്. 20 മാർക്കിനുള്ള ഇന്റർവ്യൂ പോസ്റ്റിന് ഉണ്ടാവും. ഇന്റർവ്യൂ ഇതിനുണ്ട് പറഞ്ഞതുപോലെ. അല്ല, ഞാൻ പറയട്ടെ, ഇന്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞ് പേടിച്ച് നിൽക്കുന്ന ആളുകളാണ്. ഞാൻ പറഞ്ഞോട്ടെ,
നിങ്ങൾ ഈ കോഴ്സ് അത്യാവശ്യം പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ അത്യാവശ്യം കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ പാസ്സായിട്ട് വാ, ബാക്കി നമുക്ക് അപ്പൊ നോക്കാമേ. PSCയുടെ പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള ചോദ്യങ്ങൾ ഈ പറഞ്ഞ പോലെ മോക്ക് ടെസ്റ്റുകളും റിവിഷൻ ടെസ്റ്റുകളും ഒക്കെ നമ്മുടെ കോഴ്സിലുണ്ട് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങളും മാച്ച് ഫോളോയിങ് ഉൾപ്പെടെയുള്ള ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ കോഴ്സിൽ ഉണ്ടാകും. ഓക്കെ, സിംഗിൾ എക്സാം ആണ്, അതിൻ്റെ കൂടെ ഇന്റർവ്യൂ ഉണ്ട്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസിനും എല്ലാ ഡൗട്ട്സിനും നമ്മൾ അത് ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വെബിനാർ പ്രയോജനപ്പെട്ടു എന്ന് കരുതുകയാണ്. ഇനി അധികം സമയമില്ല, നമുക്ക് പഠിച്ചു തുടങ്ങാം. അത് മാത്രമാണ് നിങ്ങൾക്ക് ഇനി ചെയ്യാനുള്ളത്. ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. I+ നിങ്ങളോടൊപ്പം ഉണ്ട്. കോഴ്സിന്റെ ലിങ്ക് ഒക്കെ നമ്മുടെ ഈ ചാറ്റ് ബോക്സിലുണ്ട്. കൂടാതെ I+ന്റെ യൂട്യൂബ് ചാനൽ വഴിയൊക്കെ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുന്നതാണ്. സോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിൽ പങ്കെടുത്ത അതുൽ സാറിനും അപർണ മിസ്സിനും സുരഭി മിസ്സിനും ഒരിക്കൽ കൂടി ഉദ്യോഗാർത്ഥികളുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു ഓൾ. ക്ലാസ് പുതിയ സിലബസ് അനുസരിച്ച് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. കുറെ പേര് ആ ഡൗട്ട്സ് ചാറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ട്. പുതിയ സിലബസ് എക്സാക്ട്ലി പുതിയ സിലബസ് ഫോളോ ചെയ്തിട്ട് തന്നെ അനാവശ്യമായിട്ടൊന്നും അതിലില്ല. കൃത്യമായിട്ട് എന്താണോ വേണ്ടത് അത് തന്നെയാണ് കോഴ്സിൽ ഉണ്ടാവുക. ഇൻസ്റ്റാൾമെന്റ് ഓപ്ഷൻ ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഡിസേർവിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഇൻസ്റ്റാൾമെന്റ് ഓപ്ഷൻ ഉണ്ടാവുന്നതാണ്. ഓക്കെ, കമ്പ്യൂട്ടർ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കമ്പ്യൂട്ടറിൽ ഉണ്ടാവുക. അതിൽ ഇപ്പൊ ഈ പറഞ്ഞ MS Word, ഈ റീസൈക്കിൾ ബിൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കമ്പ്യൂട്ടറിന്റെ സിലബസിലുള്ളത്. സോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു ടെക്സ്റ്റ് ഇല്ല. ഈ പറഞ്ഞ NCERT +2 ലെവലോ അല്ലെങ്കിൽ 10th ലെവലോ ആയിട്ടുള്ള ടെക്സ്റ്റുകളിൽ നമുക്ക് കമ്പ്യൂട്ടറിന്റെ പാഠഭാഗങ്ങൾ കിട്ടുന്നതാണ്. ഓക്കെ.